ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും ശുദ്ധമായ എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് സങ്കല്പിക്കുക. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നിറം നൽകുകയും ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന വിഷമങ്ങളും പ്രയാസങ്ങളുമെല്ലാം ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതോട് കൂടെ ക്ലീൻ ആവുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ എക്സേൽ ചെയ്യുമ്പോൾ കറുത്ത നിറത്തിലുള്ളൊരു പുക നിങ്ങളുടെ നെഞ്ചിൻ്റെയും വയറിൻ്റെയും ഇടയിൽ നിന്ന് നിങ്ങളുടെ വീടിൻ്റെ ജനലിലൂടെ പുറത്തേക്ക് പോകുന്ന സങ്കല്പിക്കുക. 3 തവണ ബ്രീത്തിങ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ടും ക്ലീനായിട്ടുണ്ടാവും, മനസ്സും. 4ാമത്തെ തവണ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് നിറത്തിലുള്ള എനർജിയാണോ ഇൻഹെയിൽ ചെയ്തത്, അതേ നിറത്തിലുള്ള എനർജി പുറത്തേക്ക് പോകുന്നത് ഫീൽ ചെയ്യുക. 1. Take a deep breath in. Hold. Breathe out slow. 2. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറത്തിലുള്ള അതേ ബ്രീത്തിങ് ചെയ്യുക. Take a deep breath in. നിങ്ങളുടെ ശരീരമാകെ അത് ക്ലീൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് സ്ലോ. കറുത്ത പുക ജനലിലൂടെ പോകുന്നത് ഫീൽ ചെയ്യും. 3. Take a deep breath in. Breathe out slow. ഇനി ബ്രീത്തിങ് ചെയ്യുമ്പോഴും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴും ഒരേ നിരത്തിലുള്ള എനർജി, പോസിറ്റീവ് എനർജി മാത്രം പുറത്തേക്ക് പോകുന്ന സങ്കല്പിക്കുക. Take a deep breath in. Breathe out slowly. 5. Take a deep breath in.
ഇത്രയും തവണ ശ്വസിച്ചതിലൂടെ നിങ്ങളുടെ ശരീരത്തിലൊരു പോസിറ്റീവ് മാറ്റം ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ പോസിറ്റീവ് എനർജി മാത്രമേ ഉള്ളൂ. ആ എനർജി നിങ്ങൾ 2 കാൽപാദങ്ങളിലേക്കും ഒന്ന് ശ്രദ്ധിക്കുക. കാൽപാദങ്ങളിൽ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയി വരുന്നത് ഫീൽ ചെയ്യുക. 2 കാൽപാദങ്ങളും ആ എനർജി ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ ആ എനർജിയുടെ ഫ്ലോ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. 2 കാൽപാദങ്ങളും കൂടുതൽ കൂടുതൽ റിലാക്സ്ഡ് ആവുന്ന ഫീൽ ചെയ്യുന്നുണ്ടാവും. 2 കാൽപാദങ്ങളുടെ മസിലുകളെല്ലാം കൂടുതൽ റിലാക്സ്ഡ് ആവുന്നത് ഫീൽ ചെയ്യുന്നുണ്ടാവും. കാൽപാദം മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങളിലേക്ക് ഇതേ റിലാക്സേഷൻ കൂടി വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. കാൽമുട്ട് മുതൽ നിങ്ങളുടെ വയറ് വരെയുള്ള ഭാഗങ്ങൾ, അവിടത്തിനിടയിലുള്ള എല്ലാ മസിലുകളും റിലാക്സ്ഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടുത്തെ മസിലുകളെല്ലാം വളരെ റിലാക്സ്ഡ് ആവുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ചെസ്റ്റ് വരെയുള്ള ഭാഗം, പുറം ഭാഗം, ഷോൾഡർ, 2 കൈകൾ, കൈപ്പത്തികൾ തുടങ്ങിയിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും എനർജി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ തലയുടെ പിൻഭാഗം, മുകൾ ഭാഗം, നെറ്റിത്തടം, കവിളുകൾ, കണ്ണുകൾ, വായ, ആന്തരികാവയവം, ആമാശയം, വൃക്ക, വൻകുടൽ, ചെറുകുടൽ, നിങ്ങൾക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ ആന്തരികാവയവങ്ങളും റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും പൂർണ്ണമായിട്ടും മെഡിറ്റേഷന് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. Take a deep breath and breathe out slow. നിങ്ങൾക്കൊരു മനോഹരമായ ഇടവഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സ്റ്റെപ്പുകൾ അങ്ങനെ കയറി ആ ഒരു സഞ്ചാരം അതിൻ്റെ ഏറ്റവും മുകളിലെത്തിയിരിക്കുക. താഴേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റെപ്പുകൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ വളരെ മനോഹരമായിരിക്കുന്ന പ്രകൃതിയും നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെപ്പുകൾ ഇറങ്ങിത്തീരുന്ന സ്ഥലത്ത് നല്ല രീതിയിലുള്ള ആൽമരങ്ങളും കുളവും മറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കിളികളുടെ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവിടുത്തെ കാറ്റ് നിങ്ങളെ പോസിറ്റീവ് എനർജിയോട് കൂടി തലോടിപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ആ കാറ്റിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പതിയെ ആ സ്റ്റെപ്പുകൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങുകയാണ്. 1 മുതൽ 10 വരെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സ്ഡ് ആവുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. 1, 2, 3. നിങ്ങളുടെ റിലാക്സേഷൻ കൂടി 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 വരികയാണ്. എൻ്റെ വാക്കുകളിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. 4, 5, 6, 7, 8, 9, 10. നിങ്ങളവിടെ താഴേക്ക് ചെല്ലുന്ന സമയത്ത് വളരെ ശുദ്ധമായ ഒരു തടാകം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നിങ്ങൾ കുടിക്കുന്നത് ഫീൽ ചെയ്യുക. ആ ഒരു വെള്ളത്തിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതോടുകൂടെ നിങ്ങൾ വീണ്ടും കൂടുതൽ എനർജറ്റിക് ആയതായിരുന്നു, പോസിറ്റീവ് ആയതായിരുന്നു നിങ്ങൾ ഫീൽ ചെയ്യുക. തൊട്ടപ്പുറത്തേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്ന ഒരു ആൽത്തറ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ആ ആൽത്തറയിൽ ചെന്നിരുന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ ഒരു കരയുന്ന ശബ്ദം, ഏതോ ഒരു കുട്ടിയുടെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഒരു കൊച്ചു കുട്ടി ആ കുട്ടിയുടെ മുട്ടിൽ തല വെച്ചുകൊണ്ട് ഏങ്ങി ഏങ്ങി കരയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. പതിയെ നിങ്ങൾ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. വേറെ ആരും ആ സ്ഥലത്തില്ല. ആ വിജനമായ സ്ഥലത്ത് കുട്ടി എങ്ങനെ എത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്? ഞാനും നിങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എനിക്കാരുമില്ല, നിങ്ങളുടെ കൂടെ ഞാൻ പോന്നതാണ് എന്നാ കുട്ടി പറയുന്നുണ്ട്. എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്നെ നിങ്ങൾ ഒരുപാട് തവണ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അധിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ ഒന്നും മനസ്സിലാവാതിരിക്കുന്ന സമയത്ത് ഞാനോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി അതേ എന്ന് പറയുന്നുണ്ട്. പതിയെ ആ കുട്ടി
മുഖമുയർത്തി നിങ്ങളെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ തിരിച്ചറിവിലേക്ക് എത്തുന്നുണ്ട്. അത് നിങ്ങളുടെ ബാല്യകാലമാണ്. ആ കുട്ടിയുടെ മുഖത്തേക്കും ശരീരത്തിലേക്കും നോക്കുമ്പോൾ അവിടെ നിറയെ വ്രണങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കുട്ടി നിങ്ങളോട് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എത്ര തവണ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞെന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളും പല സ്വപ്നങ്ങളും നിങ്ങൾ കാണും. അപ്പോഴെല്ലാം ഞാൻ ചിന്തിക്കും, ഇവിടെ മുതൽ എൻ്റെ ജീവിതം മാറുകയാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കാനോ അതുമായിട്ട് മുന്നോട്ട് പോകാനോ നിങ്ങൾ തയ്യാറാവാറില്ല. ഓരോ തവണയും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? മറ്റാളുകൾ പരിഹസിക്കുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ, മറ്റാളുകളുടെ പരിഹാസങ്ങൾക്കനുസരിച്ച് നിങ്ങൾ സങ്കടപ്പെടുമ്പോഴും മറ്റും ഞാൻ എത്രമാത്രം വേദനിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ഒതുക്കി വെച്ചും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങളുടെ മനസ്സ് വേദനിച്ചത്, നിങ്ങളുടെ ആത്മാവ് വേദനിച്ചതിൻ്റെ ഒരു പ്രതിരൂപമാണ് ആ കുട്ടിയെ നിങ്ങൾ തിരിച്ചറിയുന്നത്. നിങ്ങളുടെ ബാല്യകാലത്തിലുണ്ടായിരിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട്. അതെല്ലാം ഈ കുട്ടിയുടെ ശരീരത്തിൽ വ്രണമായി രൂപപ്പെട്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ അതൊരു വ്രണമായി രൂപപ്പെട്ടിരിക്കുകയാണ്. അതിനെ ഹീൽ ചെയ്ത് കളയേണ്ടതുണ്ട്. നിങ്ങൾ ആ കുട്ടിയോട് പറയുന്നു, ഞാൻ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, എനിക്കങ്ങനെ അറിയില്ലായിരുന്നു, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ഐ ആം വെരി സോറി, പ്ലീസ് ഫോർഗീവ് മീ. എൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ കാരണം കൊണ്ടോ മറ്റുള്ളവരുടെ കാരണം കൊണ്ടോ എൻ്റെ പൂർവികരുടെ കാരണം കൊണ്ടോ അത്തരത്തിൽ നിന്നെ വിഷമിപ്പിക്കുന്ന എന്ത് കാര്യമുണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ആത്മാർത്ഥമായിട്ട് നിന്നോട് മാപ്പിന് ചോദിക്കുന്നു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. ആ കുട്ടിയുടെ മുഖത്ത് മ്ലാനത മാറി സന്തോഷം നിറഞ്ഞ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ആ കുട്ടിയുടെ ശരീരത്തിലും മുഖത്തും എല്ലാം ഉണ്ടായിരുന്ന വ്രണങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കുട്ടി ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പുറത്തു തന്നിരിക്കുകയാണ്. നിങ്ങൾ ആ കുട്ടിയോട് പറയുക, എനിക്ക് പുറത്തു തന്നതിനും എന്നെ ഹീൽ ചെയ്തതിനും ഞാൻ നിന്നോട് എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു, ഐ ലവ് യു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. നിനക്കറിയുന്നതിലും അധികം എത്രയോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഐ ലവ് യു. ഞാൻ നിന്നെയും ഈ പ്രപഞ്ചശക്തിയെയും സ്നേഹിക്കുന്നു. റിപ്പീറ്റ് ദ വേർഡ്സ് വിത്ത് മീ. റിപ്പീറ്റ് ദ വേർഡ്സ് വിത്ത് മീ. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു, ഐ ലവ് യു. ആ കുട്ടി ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും പുറത്തു വന്നിരിക്കുകയാണ്. ആ കുട്ടിയുടെ ശരീരത്തിലാകെ നിങ്ങൾക്കൊരു പ്രത്യേക എനർജി, പ്രകാശം ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ കണ്ണിൽ നിന്നും നിങ്ങളുടെ കണ്ണിലേക്ക് എന്തെന്നില്ലാത്തൊരു എനർജി ട്രാൻസ്മ്യൂട്ട് ചെയ്യുന്നത്, കൈമാറ്റം ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ മുന്നിൽ നിങ്ങൾ മുട്ടുകുത്തിയിരുന്ന് ആ കുട്ടിയുടെ നെറ്റിയിലൊന്ന് ചുംബിക്കുന്നു. ഇതുവരെ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കാത്തൊരു എനർജി ലഭിക്കുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളറിയാതെ നിങ്ങളുടെ 2 കൈകൾ കൊണ്ടും ആ കുട്ടിയെ നിങ്ങളിലേക്ക് ചേർത്ത് നിങ്ങൾ ഹഗ് ചെയ്യുന്നു. പതിയെ ആ ഒരു എനർജി മുഴുവൻ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നതും നിങ്ങളുടെ ആത്മവിശ്വാസവും ധൈര്യവും ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാം വർദ്ധിച്ചു വന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തെന്നില്ലാത്തൊരു റിലാക്സേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിന് എന്തെന്നില്ലാത്തൊരു സമാധാനവും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ധൈര്യവും നിങ്ങൾക്ക് അതിലൂടെ ലഭിച്ചത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്ക് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക. നിങ്ങളുടെ മനസ്സും ശരീരവും ഇപ്പോൾ പൂർണ്ണമായിട്ടും ക്ലീൻഡാണ്, റിലാക്സ്ഡാണ്. സ്വന്തത്തിനോട് നിങ്ങൾ മാപ്പ് ചോദിച്ചു കഴിഞ്ഞു, സ്വന്തത്തിന് നിങ്ങൾ ഹീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ജീവിതയാത്രക്കിടയിൽ നിങ്ങൾ കാരണം വിഷമിച്ച ഇതേപോലുള്ള മറ്റ് വ്യക്തികളുണ്ടെങ്കിൽ അവരോട് കൂടെ മാപ്പ് ചോദിക്കാം. നിങ്ങളുടെ മാതാപിതാക്കൾ, അച്ഛനും അമ്മയും, അവർ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആവാം. ആരോടെങ്കിലും അവരിൽ ആരെങ്കിലും വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വാക്കോ പ്രവൃത്തിയോ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ആദ്യം മാപ്പ് ചോദിക്കാം. അമ്മ,
എപ്പോഴെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മകനെന്ന നിലക്ക് മകളെന്ന നിലക്ക് എനിക്ക് പുറത്തു തരണം, എനിക്ക് മാപ്പ് നൽകണം, എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഏതെങ്കിലും ഒരു വാക്ക്, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി, ഒരുപക്ഷെ നിങ്ങളത്ര വിദ്യാഭ്യാസമില്ലാത്തവരാവാം, നിങ്ങളത്ര ഈ ലോകത്തിനെ കുറിച്ച് അറിവില്ലാത്തവരാവാം, എപ്പോഴെങ്കിലും അവരെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിച്ചേക്കുക. അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും മാപ്പ് നൽകാനും പുറത്തു നൽകാനുമുള്ള കഴിവ് അവർക്കുണ്ടെന്ന് വിശ്വസിക്കുക. അച്ഛനോടും പറയുക, എപ്പോഴെങ്കിലും ഇതേപോലെയുള്ള എന്തെങ്കിലും പ്രവൃത്തി കാരണം എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. അവർ നിങ്ങൾക്ക് പുറത്ത് നന്നായിട്ട് കാണുക. അവർ രണ്ടുപേരും നിങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് സങ്കല്പിക്കുക. പൂർണ്ണമായിട്ടും അവർ നിങ്ങൾക്ക് പുറത്തു വന്നിരിക്കുന്നു. നിങ്ങൾ വീണ്ടും അവരോട് പറയുന്നു, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. എനിക്ക് പുറത്തു നൽകിയതിനും എന്നെ അനുഗ്രഹിച്ചതിനും എന്നെ ഹീൽ ചെയ്തതിനും താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു, ഐ ലവ് യു. നിങ്ങളുടെ അച്ഛനും അമ്മയും ഇതുവരെ കഴിഞ്ഞു പോയ എല്ലാ തലമുറകളും നിങ്ങൾ അനുഗ്രഹിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. ആ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചതോടുകൂടെ നിങ്ങളുടെ ശരീരത്തിലുള്ള എനർജി കൂടി വരുന്നതും നിങ്ങൾ വീണ്ടും നിങ്ങളുടെ റിലാക്സേഷൻ കൂടിയതും ശാന്തിയും സന്തോഷവും സമാധാനവും ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം കൂടിയതും ഫീൽ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും നിങ്ങൾക്കൊരു എനർജി ഇപ്പോൾ ഫീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങളോട് തെറ്റുകൾ ചെയ്തവരുണ്ടാവാം, നിങ്ങളെ പരിഹസിച്ചവരുണ്ടാവാം, നിങ്ങളെ പീഡിപ്പിച്ചവരുണ്ടാവാം, നിങ്ങളെ വിഷമിപ്പിച്ചവരുണ്ടാവാം. അവരോടെല്ലാമുള്ള ദേഷ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ സ്വയം ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരിക. ഓരോ തവണയും നിങ്ങൾ കത്തിയെടുത്ത് നിങ്ങളുടെ ഹൃദയം നോവിക്കുന്നതിന് തുല്യമാണ് അവരോടുള്ള ദേഷ്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. അവർ ചെയ്ത തെറ്റിന് നിങ്ങൾ ശിക്ഷ അനുഭവിക്കുന്നതിന് തുല്യമാണ്. അവർക്കെല്ലാം പുറത്തു കൊടുക്കുക. അവരോടെല്ലാം പറയുക, എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടി, സാമ്പത്തികമായിട്ട് ഉയരുന്നതിന് വേണ്ടി, എൻ്റെ ജോലിയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി, എൻ്റെ ജീവിതം കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട്, എൻ്റെ മനസ്സിൻ്റെ നന്മയിൽ നിന്ന്, എൻ്റെ മനസ്സിൻ്റെ ശക്തിയിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയിരിക്കുന്ന എൻ്റെ ക്വാളിറ്റിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും പുറത്തു നൽകിയിരിക്കുന്നു. നമ്മൾ തമ്മിലുണ്ടായിരിക്കുന്ന പ്രശ്നത്തിന് ഒരു ഭാഗത്ത് കാരണക്കാരൻ ഞാനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഐ ആം സോറി ഫോർ ദാറ്റ്, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. പൂർണ്ണമായും പുറത്തു കൊടുത്തേക്ക്. നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയാണ് തിരിച്ചറിയുക. ഇറ്റ്സ് നോട്ട് ഫോർ ഹിം, ഇറ്റ്സ് നോട്ട് ഫോർ ഹെർ, ഇറ്റ്സ് ഫോർ യു. നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ശരീരത്തിനും വേണ്ടിയിട്ട്, നിങ്ങളുടെ മനസ്സിനും വേണ്ടിയിട്ടാണ്. പൂർണ്ണമായിട്ട് പുറത്തു കൊടുത്തേക്ക്. എത്ര നിങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ സാധിക്കുന്നോ അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും ശാന്തിയും സമാധാനവും എല്ലാം വരുമെന്ന് തിരിച്ചറിയുക. ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയും. അതിലൂടെ നിങ്ങളുടെ ശരീരവും മനസ്സും ഇപ്പോൾ പൂർണ്ണമായിട്ട് റിലാക്സ്ഡാണ്. നിങ്ങൾ പറയുക, ഐ ആം വെരി സ്ട്രോങ്. ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാണ്. ഐ ക്യാൻ അച്ചീവ് മൈ ഡ്രീംസ്. എനിക്ക് എൻ്റെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. എവറി ഡേ, ഇൻ എവറി വേ, ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എല്ലാ ദിവസത്തിലും എല്ലാ നിമിഷത്തിലും ഞാൻ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ആരോഗ്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ധൈര്യവും ആത്മവിശ്വാസവും മറ്റുള്ളവരുള്ള സ്നേഹവും എല്ലാം ഓരോ നിമിഷത്തിലും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇനി മെഡിറ്റേഷനിൽ നിന്നും പുറത്തു വരുന്നതിന് വേണ്ടി തയ്യാറാവുക. നിങ്ങളുടെ ശരീരത്തിലെ കാൽപാദം മുതൽ തലഭാഗം വരെയുള്ള ഓരോ അവയവങ്ങളും കൂടുതൽ സ്ട്രോങ് ആയി വരുന്നത് ഫീൽ ചെയ്യുക. ഓരോ അവയവങ്ങളും കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരുന്നത് ഫീൽ ചെയ്യുക. ഒരു എനർജി
നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും സ്പ്രെഡായത് ഫീൽ ചെയ്യുക. ഇന്നത്തെ ദിവസത്തിലും ഇനി വരുന്ന ദിവസങ്ങളിലും നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ തയ്യാറായ ഒരു വ്യക്തിയായി ഇപ്പം നിങ്ങൾ മാറിയിരിക്കുകയാണ്. ജീവിതത്തോട് വളരെ പോസിറ്റീവ് മനോഭാവത്തോടെ സമീപിക്കുന്നതിനുള്ള എല്ലാ ശക്തിയും ഇപ്പം നിങ്ങളിലുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക, സ്വയം ഒന്ന് പറയുക, ഐ ലവ് യു. ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, എന്നെ ഒരുപാട് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ടുഡേ ഈസ് മൈ ഡേ. ഇന്ന് എൻ്റെ ദിവസമാണ്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഔട്ട് സ്ലോലി. ടേക്ക് എ ഡീപ് ബ്രീത്തിങ്. Breathe out slowly. Take a deep breathing. Breathe out slowly. നിങ്ങളെ രണ്ട് കൈകളും കൂട്ടിത്തിരുമ്മി ചൂടാക്കി മുഖത്തും കവിളിലും വെച്ചതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറക്കാവുന്നതാണ്. എണീറ്റ് നിങ്ങളുടെ കൈക്കാലുകളെല്ലാം ചലിപ്പിച്ചതിന് ശേഷം സാവധാനം നിങ്ങൾക്കിരിക്കാവുന്നതാണ്. ഈ മാജിക് മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. ബാഹ്യമായ ഒരു Hello. Next morning to all. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. നമുക്കൊരു മൈ സ്റ്റോറി ഡേ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ബി മാജിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രത്യേകത ഡേ ആണ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഒരാളൊന്ന് പറയാവോ? പറയൂ. അതെ, നമ്മുടെ ബി മാജിക് ഇന്ന് 1500 ദിവസം ാണ്. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നിങ്ങളെ സംബന്ധിച്ചോളം ഒരുപാട് ഹാപ്പിനെസ് ഉള്ള ഒരു ഡേ ആണെന്ന്. അപ്പോ ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് മൈ സ്റ്റോറി ഡേ പറയുന്നത് നമ്മുടെ റസാഖ് സാർ ആണ്. അപ്പൊ റസാഖ് സാറിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മുടെ ബി മാജിക്കിന്റെ കമ്മ്യൂണിറ്റിക്ക് സക്സസിന്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരാൾ തന്നെയാണ് റസാഖ് സാറും. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ റസാഖ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. റസാഖ് സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു. Magic morning to all. Magic morning, sir. ബി മാജിക്കിന്റെ 1500ാമത്തെ ദിവസത്തിലേക്ക് ഏവരെയും സ്വാഗതം. ക്യാമറ ഒക്കെ ഓണാക്കി വരാം. സുന്ദരന്മാരെയും സുന്ദരികളെയും ഒക്കെ ഞാനൊന്ന് കാണട്ടെ. ഓക്കെ, 1500ാമത്തെ ദിവസമാണ്. റെക്കോർഡ് ഉണ്ടെങ്കിൽ ഒന്ന് ഓണാക്കിയാൽ ഉള്ളൂ. റെക്കോർഡ് ഓൺ ആണ് സർ. ഓക്കെ, നമ്മള് 1500 ദിവസമായി എല്ലാ ദിവസവും മെഡിറ്റേഷനും ചർച്ചകളും ക്ലാസ്സുകളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നമ്പർ 1 ഒരു ഗ്രൂപ്പായി മാറിയിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പ്, അല്ലേ? കഴിഞ്ഞ 1500 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കൊറോണ കാലത്ത് തുടങ്ങി വെച്ച, അല്ലെങ്കിൽ സേഫ് സാറിന്റെയും മുസ്തഫാറിന്റെയും തലയിൽ ഉദിച്ചു വന്ന ഒരു ആശയം നമ്മളിലേക്ക് പകർന്നു തരികയും നമ്മളൊക്കെ അതിൽ വിജയിക്കുകയും ചെയ്തവരാണ്. ഈ കാണുന്ന ക്യാമറ ഓണാക്കിയിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും അത് വിജയിച്ചവർ തന്നെയാണ്. എനിക്കറിയാം. നിങ്ങൾ ഇനി അല്ലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. ഓക്കെ, അപ്പോ എൻ്റെ സ്റ്റോറി തുടങ്ങാൻ പോവുകയാണ്. 1970 എൻ്റെ ജനനം. ജനുവരി 1 രാവിലെ 4 മണിക്കും 4:30 സമയമാണെന്ന് പറയപ്പെടുന്നു. അത്ര കൃത്യമൊന്നുമല്ല, എന്നാലും അന്നാണ്. കാരണം അന്നത്തെ കണക്ക് അങ്ങനെയുള്ള ഒരു എന്താ പറയാ, ഒരു സുമാറാണ്. എല്ലാം കൃത്യമായ കണക്കുകളൊന്നും അന്ന് ഇല്ല, ഇപ്പോഴാണ് കണക്കാ വന്നത്. എന്തായാലും നമ്മുടെ നാട്ടില്, ഞങ്ങളെ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒതുക്കുങ്ങലിനടുത്ത്, ഇന്ന് നെട്ടിച്ചാടി എന്ന പേരിൽ അറിയപ്പെടും. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് 3 കൂടിയ സ്ഥലം എന്നാ പറഞ്ഞത്. 2 റോഡുകൾ മുട്ടുന്ന സ്ഥലം. അന്നത്തെ ഭാഷ അങ്ങനെയാണ്. അവിടെ ഒരു ചെറിയ വീട്ടിലാണ് ഞാൻ ജന്മമെടുത്തത്. എൻ്റെ തൊട്ടടുത്തൊരു റോഡ് എന്ന് പറയാൻ പറ്റില്ല. അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചെത്തുവഴി എന്നാണ് പറയാം. ചെത്തുവഴി, റോഡിന് പകരം. ആ റോഡുണ്ടായിരുന്നു. ആ റോട്ടിലൂടെ കാളവണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്.
അതല്ലാതെ വേറെ വണ്ടികളൊന്നും കാണാറില്ല. പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാറൊക്കെ പോയെങ്കിലുണ്ട്, ആ പഴയ കാറ്. അത് എപ്പോഴും കാണുന്ന കാഴ്ചയിൽ ഒരു അത്ഭുത കാഴ്ചയുമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഏകദേശം 5 വയസ്സ് വരെ ഞാൻ ഈ നാട്ടിൽ തന്നെ ആയിരുന്നു. പിന്നീട് എന്നെ ഇവിടുന്ന് പറിച്ചു നടപ്പെട്ടു. അതായത് എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് ഞാൻ താമസം മാറ്റി. കാരണം അവർക്ക് കുട്ടികളില്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ വീട്ടിൽ. അപ്പൊ കുട്ടികളെ നോക്കാനുള്ള ആഗ്രഹം കൊണ്ട് എന്നെ അങ്ങോട്ട് പറിച്ചു നട്ടു. എന്നെ അങ്ങോട്ട് പറിച്ചു നട്ടപ്പോൾ നിങ്ങൾക്കറിയാം, ഉമ്മയെ പിരിഞ്ഞുള്ള ജീവിതം അല്ലെങ്കിൽ ഉപ്പയെ പിരിഞ്ഞുള്ള ജീവിതം കുറച്ച് ക്ലേശകരമായിരുന്നു. ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ സുഖസുന്ദരമായി ജീവിച്ചു. അത് നമ്മുടെ വേങ്ങരക്കടുത്ത് കരിമ്പിലി എന്ന സ്ഥലമുണ്ട്. അവിടുന്ന് കുറച്ച് മുകളിലേക്ക് പോയാൽ അഞ്ചുപറമ്പ് എന്ന സ്ഥലത്ത് കൊടലിക്കുണ്ട് സ്കൂളിലാണ് ഞാൻ 1-ാം ക്ലാസ് മുതൽ പഠനം തുടങ്ങിയത്. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള എൻ്റെ ആ പഠനത്തിൽ നല്ലൊരു മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന മാഷ് എനിക്ക് നല്ലൊരു പുസ്തകം തന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി പഠിച്ച അല്ലെങ്കിൽ വായിച്ച ഒരു പുസ്തകം അതായിരുന്നു. ആ പുസ്തകത്തിന്റെ പേരാണ് കോക്കോഗന്റെ കാമശാസ്ത്രം. നല്ല പുസ്തകമാണ് കുട്ടികൾക്ക് വായിക്കാൻ തന്നത്. എന്തായാലും അത് ഞാൻ വായിച്ചു പഠിച്ചു. അങ്ങനെ ആ ഒരു സ്കൂൾ ജീവിതം അവിടെ നിന്ന് നിർത്തി. 4-ാം ക്ലാസ് വരെ പഠിച്ച് നിർത്തി. പിന്നീട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തന്നെ, അതായത് ഈ പ്രദേശത്തേക്ക് തന്നെ തിരിച്ചു വരികയും എൻ്റെ ഉപ്പാക്ക് അന്നൊരു ചായ കച്ചവടമായിരുന്നു. അന്ന് ചായക്ക് 15 പൈസയായിരുന്നു. 15 രൂപ അല്ല, 15 പൈസ. അങ്ങനെ 15 പൈസക്ക് ചായ വിറ്റ ആളാണ്. അങ്ങനെ ചായ വിറ്റ് അവരെ സഹായിച്ച് നിൽക്കുന്നിടയിൽ എനിക്ക് പഠിക്കണം എന്ന ആഗ്രഹം വരികയും തുടർന്ന് ഞാനിവിടെ പഠിക്കുകയും ചെയ്തു. പക്ഷെ ആ പഠനവും 10-ാം ക്ലാസ് വരെ പോയിട്ട് നിർത്തി. അഥവാ അതിൽ തോറ്റു എന്ന് പറയാം. ഒതുക്കുങ്കൽ സ്കൂളിലാണ് പരീക്ഷ എഴുതിയത്, തോറ്റു. അങ്ങനെ പഠനമൊക്കെ നിർത്തി. പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ, പഠിക്കേണ്ട ആവശ്യമില്ല. പഠിച്ചിട്ട് ഇപ്പൊ എന്താകാനാ എന്തൊക്കെ വിചാരിച്ച് നിർത്തി വെച്ചു. കുറച്ചു കാലം കഴിഞ്ഞു ഇവിടെ ജോലിക്ക് പോകാൻ തുടങ്ങി. അന്ന് ഇവിടെ ഒരു അടക്കയുടെ ബിസിനസ്സുള്ള സെന്റർ ഉണ്ടായിരുന്നു. അടക്ക, തേങ്ങ അതൊക്കെ കച്ചവടം ചെയ്യുന്ന സെന്റർ. അപ്പൊ അവിടെ ജോലിക്ക് കയറി. അപ്പൊ അടക്ക ചിക്കല്, തേങ്ങ വെട്ടല്, അങ്ങനത്തെ കുറച്ച് ജോലികൾ, കൂലിപ്പണി എന്ന് പറയാം. ആ ജോലി ചെയ്ത് കുറച്ചു കാലം നിന്നതിന് ശേഷം ഒരു വിവാഹം കഴിച്ചു. 1990 ഒക്ടോബർ 14 ഞായറാഴ്ചയായിരുന്നു എൻ്റെ കല്യാണം. അത് കഴിഞ്ഞ് ഒരു 6 മാസമായപ്പോൾ ഞാൻ ഗൾഫിലേക്ക് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്നെ സ്വീകരിക്കാനുണ്ടായിരുന്ന ഗൾഫിന്റെ സുഖങ്ങളല്ലായിരുന്നു, കുറച്ച് പ്രയാസമടങ്ങിയ ഒരു ജീവിതമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാരണം ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, അതേതായാലും ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ സഹിച്ച് വലിയ വിഷമമൊന്നുമില്ല, എന്നാലും ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു എന്ന് മാത്രം. മറ്റുള്ള വിഷയങ്ങളൊന്നുമില്ല. ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ സൂപ്പർ മാർക്കറ്റിലാണ് ജോലി. അതുകൊണ്ട് തന്നെ 14 മണിക്കൂർ 15 മണിക്കൂറൊക്കെ ജോലി ചെയ്യുകയും ഉറക്കമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാട്ടിലെ ഒരു 8 മണി മുതൽ 5 മണി വരെയുള്ള ഡ്യൂട്ടി അല്ലേ ചെയ്ത് പരിചയമുള്ളൂ. അവിടെ അങ്ങനെയല്ല, രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ 11 മണി വരെയൊക്കെ ജോലിയാണ്. അപ്പൊ അത് വലിയ പ്രയാസമായി. എന്നാലും പിടിച്ചു നിന്നു കുറച്ചു കാലം. അത് ഒരു വല്ലാത്തൊരു അനുഭവമായി എൻ്റെ ജീവിതത്തിൽ. അതിനുശേഷം 1997 നാട്ടിലേക്ക് തിരിച്ചു വന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ 97 വന്നിട്ട് ഞാൻ ഓട്ടോറിക്ഷ എടുത്തിട്ട് ഓട്ടോ ഡ്രൈവറായിട്ട് പിന്നെ ഓടാൻ തുടങ്ങി. അതാണ് എൻ്റെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അന്ന് വരെ യാതൊരു മാറ്റവും ഇല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു. ആ പൈസക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കും, അവര് ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു എന്നല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലില്ല. ഗൾഫ് പോയിട്ടും വലിയ വിഷയങ്ങളൊന്നും വന്നിട്ടില്ല, മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. ഓട്ടോറിക്ഷയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു നോട്ടീസ് കിട്ടുകയാണ്. ആ നോട്ടീസിലുള്ളത് ചിത്രകല നിങ്ങൾക്കും പഠിക്കാം എന്നാണ്. അപ്പൊ അന്നൊക്കെ നമ്മളെ നാട്ടില് ഈ ബസ് സ്റ്റോപ്പുകളൊക്കെ ചുമരിൽ ഇങ്ങനെ ചിത്രം വരക്കുന്ന ആളുകളുണ്ട്.
ചുമരിലിങ്ങനെ ചെടികളും മരങ്ങളും റോഡുകളും ഒക്കെ ആയി ചിത്രം വരയ്ക്കുന്ന ആളുകൾ. അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചിത്രകല പഠിച്ചാൽ കൊള്ളാം എന്ന് വിചാരിച്ച് ചിത്രകല പഠിക്കാൻ പോയതാണ്. ആ പഠിക്കാൻ പോയ വ്യക്തി നല്ലൊരു ഹിപ്നോതെറാപ്പിസ്റ്റും മൈൻഡിന്റെ ആളൊക്കെ ആയിരുന്നു. അപ്പൊ അയാൾ എന്നെ കണ്ടപ്പോ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഓ, എനിക്ക് ചിത്രകല ഒന്നും പഠിക്കാൻ കഴിയൂല, കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിന്റെ തലയിൽ, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയി തീരാൻ കഴിയൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ആ പ്രശ്നം എന്ന് അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അതായത് മാറ്റി നിർത്തലിന്റെയും പുച്ഛിക്കലിന്റെയും പരിഹാസത്തിന്റെയും ഒരു കഥ തന്റെ തലയിലുണ്ടായിരുന്നു. ആ കഥയെ അയാൾ റിമൂവ് ചെയ്തു. അയാളൊരു ഹിപ്നോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അയാൾ റിമൂവ് ചെയ്യുകയും എന്നോട് ആ കല പഠിക്കാൻ പറയുകയും ചെയ്തു. ഹിപ്നോട്ടിസം എന്ന കല പഠിക്കാൻ പറഞ്ഞു. അപ്പോ അതിന് അവർ അന്ന് ചാർജ് പറഞ്ഞത് 6000 രൂപയാണ്. പേടിക്കണ്ട, 6000 രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം 2000-ലൊക്കെ വലിയ സംഖ്യയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സംഖ്യയാണ്. കാരണം ഒരു ഓട്ടോറിക്ഷ ഓടിയാൽ എന്താ കിട്ടുക നിങ്ങൾക്ക് അറിയാലോ. അതിനിപ്പോ എൻ്റെ ഭാര്യയും കുട്ടികളും ഉമ്മയും ഉപ്പയും അനിയനും എല്ലാവരും ഉള്ള ഒരു വീട്ടിൽ എന്താണ് അതിൽ ബാക്കി ഉണ്ടാകുക? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ തരാൻ കഴിയില്ല, 6000 രൂപ എന്ന് അടക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞ ഒരു പോംവഴി ആണ് മെഡിറ്റേഷൻ ചെയ്യാൻ. 90 ദിവസത്തെ നിരന്തരമായ മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളിത് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരും എന്നുള്ളത്. എന്നാൽ പിന്നെ അതൊന്ന് നോക്കാലോ എന്ന് വിചാരിച്ച് ഹിപ്നോട്ടിസം പഠിക്കാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്തതാണ്. കുറച്ച് ദിവസങ്ങളൊക്കെ 90 ദിവസം തുടർച്ചയായിട്ടാട്ടോ. കുറച്ച് ദിവസങ്ങളൊക്കെ പ്രശ്നമില്ലാതെ പോയി. പിന്നെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഒരുപാട് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തായിരുന്നു അന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. വീട്ടിന്റെ അകത്തല്ല, പുറത്തിരുന്നിട്ടാണ്. ഒരു ദിവസം ഒരു പൂച്ച എൻ്റെ ദേഹത്തേക്ക് ചാടി. അങ്ങനെ എണീറ്റ് ഓടി, പേടിച്ചു ഓടി. അതുപോലെ തന്നെ ഒരു ദിവസം മരത്തിൽ നിന്ന് ഒരു കൊമ്പിടിഞ്ഞ് വീണ് ദേഹത്ത് തട്ടി മുറിവായി. കുറച്ച് ദിവസം അതുമായി ബന്ധപ്പെട്ട് കിടപ്പിലായി. അങ്ങനെ പല പ്രാവശ്യം ഇതിന് ശ്രമിച്ചിട്ടും 90 ദിവസം പൂർത്തിയാക്കാൻ സാധിക്കാതെ ഇതൊന്നും ശരിയാവില്ല, ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കിയപ്പോൾ വീണ്ടും അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിർത്തരുത്, നിങ്ങൾക്കൊരു ചലഞ്ചാണിത്, 90 ദിവസം നിങ്ങൾ ചെയ്തേ മതിയാകൂ എന്ന് വാശി പിടിപ്പിച്ചു. അപ്പോ വീണ്ടും തുടങ്ങി. അതിൻ്റെ ഇടയിൽ കല്യാണങ്ങൾ വരുന്നുണ്ട്, വിവാഹ ചടങ്ങുകൾ വരുന്നുണ്ട്, രാത്രി പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. കല്യാണ വീട്ടിൽ വെച്ച് വരെ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. പെങ്ങളെ മകളെ കല്യാണത്തിനൊക്കെ പോയിട്ട് അവരെ വീട്ടിൽ കല്യാണ പന്തലിന് ഒരു സ്റ്റൂളൊക്കെ എടുത്തു പോയി പുറത്തു പോയി ചെയ്ത് അത്രയും കഷ്ടപ്പാട് വെച്ച് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊക്കെ കഴിഞ്ഞ് ആ 90 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, 90 ദിവസം കഴിഞ്ഞു. പക്ഷെ 90 ദിവസം എന്ന് പറഞ്ഞാൽ 2 വർഷത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ 90 ദിവസം പൂർത്തിയാക്കാൻ. കാരണം ഇത് മുടങ്ങി പോവുകയാണ്. വീണ്ടും ചെയ്യും, പിന്നെയും മുടങ്ങും, പിന്നെയും ചെയ്യും, പിന്നെയും മുടങ്ങും, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 വർഷത്തോളം എടുത്തിട്ടുണ്ട്. 2 വർഷത്തോളം മെഡിറ്റേഷന് വേണ്ടി മാത്രം ചെലവാക്കി. പിന്നീടാണ് ഏകദേശം ഒരു 2000 വർഷത്തിൽ 2-ാമത്തെ മാസം ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ഹിപ്നോട്ടിസം പഠിക്കാൻ തുടങ്ങുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഏകദേശം 91-ലൊരു കുട്ടിയും 97-ലൊരു കുട്ടിയും 2 കുട്ടികളോടൊപ്പമാണ് അന്ന് ഹിപ്നോട്ടിസം പഠിക്കുമ്പോൾ. 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളുടെയും മാതാവും പിതാവും ഉമ്മയും അല്ലെങ്കിൽ അനിയനും ജ്യേഷ്ഠനൊക്കെ ഉള്ള വലിയൊരു കുടുംബത്തിലെ അംഗവുമാണ്. ആകെ വരുമാനം 150 രൂപ 200 രൂപയും ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ഹിപ്നോട്ടിസം പഠിക്കാൻ തുടങ്ങുന്നത്. കുറച്ച് അങ്ങ് ഒരു വർഷത്തോളം അവരുടെ തിയറിയും ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 3 മാസം ഭ്രാന്താസ്പത്രിയിലായി. പേടിക്കണ്ട, അഡ്മിറ്റ് ആക്കിയതല്ല, പഠിക്കാൻ വേണ്ടി പോയതാണ്. 3 മാസം ഭ്രാന്താസ്പത്രിയിൽ പഠിക്കാൻ പോയി. പിന്നെ വൃദ്ധസദനത്തിലും കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെ നടന്ന്
പരിശീലനം നേടുകയും അതേപോലെ തന്നെ അവിടെ ഒരു വലിയ ബക്കറ്റിലിട്ട് മൂടി വെക്കുകയും ചെയ്തു. കാരണം മറ്റുള്ളവർക്കാർക്കും ഇത് വിതരണം ചെയ്തിട്ടില്ല, പഠിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് എനിക്ക് അത് മറ്റൊരാൾക്ക് ഉപയോഗിക്കണം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കണം എന്നുള്ള ബുദ്ധിയൊന്നും വന്നിട്ടില്ല. അതിനുശേഷം ഏകദേശം 2007 വീണ്ടും ഞാൻ ഗൾഫിലേക്ക് പോവാണ്. ഒരു രക്ഷയില്ല, ഇതൊന്നും പഠിച്ചിട്ട്. അതിന്റെ ഇടയ്ക്ക് 2000 ഞാൻ പിന്നെന്ത് ചെയ്തു, കളരി പഠിച്ചു. കളരിയല്ല, കരാട്ടെ പഠിച്ചു, തൈക്കോണ്ടോ പഠിക്കാനുള്ള കാരണം എന്താ പറയുക, ഈ ഹിപ്നോട്ടിസം പഠിച്ച് മുഴുവനായപ്പോ എനിക്കൊരു തോന്നലുണ്ട്, ഇതൊന്ന് പഠിക്കാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു അറിവ് എനിക്ക് വേണം എന്നൊരു ചിന്ത മനസ്സിൽ വരികയും അങ്ങനെയാണ് തൈക്കോണ്ടോ പഠിക്കാൻ പോയത്. തൈക്കോണ്ടോ പറഞ്ഞ കരാട്ടയാണ്. ഒരു 3 മാസം 6 മാസം ഒക്കെ ആകുമ്പോൾ ഒരു ബെൽറ്റ് എടുക്കലുണ്ടായിരുന്നു. യെല്ലോ ബെൽറ്റ് എടുത്തു, ഗ്രീൻ ബെൽറ്റ് എടുത്തു, പിന്നെ ഗ്രീൻ ബെൽറ്റ് എടുത്തു. അങ്ങനെ 3 ബെൽറ്റ് എടുത്തപ്പോൾ ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് വന്നു. രണ്ടാളുകൾ തമ്മിലുള്ള ഫൈറ്റിന്റെ ചാമ്പ്യൻഷിപ്പ് വന്നു. ഈ ചാമ്പ്യൻഷിപ്പിൽ വന്നപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആകെ 5 മിനിറ്റാണ് ഫൈറ്റിംഗ് ഉള്ളത്. അതിൽ 2 മിനിറ്റ് അവർക്കും 2 മിനിറ്റ് എനിക്കും 1 മിനിറ്റ് റെസ്റ്റുമാണ്. അങ്ങനെയാണ് 5 മിനിറ്റ് ഫൈറ്റിംഗ് ഉള്ളത്. ആകെ 2 മിനിറ്റ് ഒരാൾക്കേ ഉള്ളൂ ഫൈറ്റിംഗ് ഉള്ളൂ. അപ്പൊ ആദ്യത്തെ 2 മിനിറ്റ് ടോസ് ഇട്ടിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ ടോസ് ഇട്ടപ്പോൾ അയാൾക്കാണ് കിട്ടിയത്. എൻ്റെ മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാണ് ആദ്യത്തെ ഫൈറ്റിംഗ്. അതുകൊണ്ട് തന്നെ 2 മിനിറ്റ് കൊണ്ട് ഇത്രമാത്രം അടി കൊള്ളാം എന്ന് അന്ന് പഠിച്ചു. കാരണം എന്തുകൊണ്ടും ഒരു മോശപ്പെട്ട ഒരു രീതിയിലുള്ള ജീവിതം, അതുകൊണ്ടായിരിക്കും അത്രമാത്രം അടി കൊണ്ടത്. അതോടുകൂടി അത് നിർത്തിവെച്ചു ഫൈറ്റിങ്. അപ്പോ തോന്നിയതാണ്, ഇത് പോരാ, കളരി കൂടി പഠിക്കണം. അങ്ങനെ കളരി ക്ലാസ്സിന് ചെല്ലുകയും കളരി പഠിക്കുകയും ചെയ്തു. അപ്പൊ ഒരു ദിവസം ഒരാഴ്ചയിൽ 2 ക്ലാസ്സാണ്, ഒന്ന് കളരിയും ഒന്ന് കരാട്ടയും. അവിടെ ചെല്ലുമ്പോൾ വേറെ, ഇവിടെ ചെല്ലുമ്പോൾ വേറെ, രണ്ടും 2 രീതിയാണ്, 2 സ്റ്റൈലാണ്. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് വീണ്ടും മത്സരം വന്നപ്പോൾ അതിൽ ഞാൻ ജയിച്ചു. കാരണം കുറച്ചിപ്പുറത്തൊന്നും എടുത്തിട്ടുള്ള ഫൈറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞു. അതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു വിജയം തന്നെയാണ്. ജയിച്ചു എന്ന് പറയാൻ, അതുവരെ തോൽവികളാണ് ഉള്ളത്, ആദ്യത്തെ ഒരു വിജയമാണ്. ആ വിജയം എന്നെ പ്രചോദിപ്പിച്ചു. പിന്നെ കമ്പ്യൂട്ടർ കുറച്ച് പഠിക്കാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പഠനം തുടങ്ങുകയാണ്. അപ്പോ മത്സരങ്ങൾ വന്നു. ഏകദേശം റെഡ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റിന്റെ മത്സരം വന്നപ്പോൾ SSLC സർട്ടിഫിക്കറ്റ് വേണം, എന്നാലേ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂ എന്ന് അവർ പറഞ്ഞു. തോറ്റത് പോരാ, ജയിച്ചത് വേണം. അങ്ങനെ SSLCക്ക് വീണ്ടും പഠിച്ചു. സ്കൂളിൽ പോയി പഠിച്ചു. സ്കൂളിൽ പരീക്ഷ എഴുതി, അതിൽ ജയിച്ചപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് തൈക്കോണ്ടയിൽ സർട്ടിഫിക്കറ്റ് നേടിയത്. കളരിപ്പയറ്റ് പിന്നെ സർട്ടിഫിക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ല, പഠിച്ചങ്ങനെ പോയാൽ മതി. അത് ഫൈറ്റിംഗ് മാത്രം, വേറെ ഒന്നും പഠിച്ചിട്ടുമില്ല, ചികിത്സകളൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു മൈൻഡ് ഇല്ല, മറ്റുള്ളവരെ ചികിത്സിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള മൈൻഡൊന്നും അന്നില്ല. ഏകദേശം 2010 വരെ ഇല്ല. 2010 വരെ ആ ഒരു മൈൻഡ് ഇല്ല, മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള മൈൻഡ്. ഒക്കെ പഠിക്കുക, കരസ്ഥമാക്കുക എന്നുള്ള ഒരൊറ്റ മൈൻഡുള്ളൂ. പണ്ട് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ആളുകൾ എന്നെ അന്ന് പരിഹസിച്ചിട്ടുണ്ട്. കാരണം അതിനൊരു കാരണമുണ്ട്. പരിഹസിക്കാനുള്ള കാരണം എന്താ പറയുക, ഞാന് 2 കുട്ടികളുടെ പിതാവാണ്. വളരെ സാമ്പത്തികപരമായി കുറച്ച് മോശപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്. അതിലപ്പുറം നല്ലൊരു തീരെ ആരോഗ്യമില്ലാത്ത, ആർക്ക് കണ്ടാലും വലിയൊരു തടിയോ അല്ലെങ്കിൽ ആരോഗ്യമോ ഉള്ള ഒരു വ്യക്തിയുമല്ല. അപ്പൊ ഇത്തരം ആളുകൾക്ക് പറ്റിയതല്ലല്ലോ ഈ അടി ഇടി എന്നൊക്കെ പറഞ്ഞ സംഭവം. അത് കുറച്ച് ആരോഗ്യം, കുറച്ച് പൈസയൊക്കെ ഉള്ളവർക്കല്ലേ എന്നുള്ളൊരു മൈൻഡിങ് ആയിരുന്നു. അതുകൊണ്ടാണ് അവർ പരിഹസിച്ചത്. ആ പരിഹാസമാണ് എന്നെ വിജയിപ്പിച്ചതും. കാരണം അവർ പരിഹസിച്ചപ്പോൾ ഇതൊന്നും പോരാ, എനിക്ക് നേടിയേ മതിയാകൂ എന്ന വാശി പിടിച്ചിട്ടാണ് ഇതൊക്കെ നേടാൻ കഴിഞ്ഞത്. അപ്പൊ നമുക്ക് കുറച്ച് ശത്രുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അതെല്ലാവർക്കും അനുഭവമായിരിക്കും, അല്ലേ? അപ്പോ 2010 ശേഷം ഞാൻ വീണ്ടും നാട്ടിലേക്ക് വന്നിട്ട് വീണ്ടും പഠനം തുടങ്ങി. ആ പഠനമാണ് എന്നെ വിജയിപ്പിച്ചത്.
ആ പഠനം ആദ്യം പഠിച്ചത് കളരി മർമ്മ ചികിത്സയായിരുന്നു. കെട്ടല്, അതുപോലെ തന്നെ ഉഴിച്ചില്, ഇതുപോലുള്ള കളരി മർമ്മ ചികിത്സയാണ് ആദ്യം പഠിച്ചത്. മറ്റുള്ളവരെ ചികിത്സിക്കണം, മറ്റുള്ളവർക്ക് സാന്ത്വനമേകണം എന്നുള്ള മൈൻഡ് അപ്പോഴാണ് വരുന്നത്. അത് പഠിക്കാൻ തുടങ്ങി. അത് ഏകദേശം ഒരു 2-3 വർഷത്തോളം പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ ഒരാളെ പരിചയപ്പെട്ടു. അയാളൊരു യുനാനി പഠിപ്പിക്കുന്ന ഒരു മാഷാണ്. യുനാനി ചികിത്സ എന്നൊരു ചികിത്സ ഉണ്ട്, അത് പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ച ആളോട്, എനിക്ക് യുനാനി ചികിത്സ പഠിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ആർക്കും പഠിക്കാം, +2 സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ അതിന് അടക്കാനുള്ള ഒരു പേഴ്സന്റെ കണക്കുണ്ട്, ഒരു 25,000 30,000 കൊടുക്കണം. അപ്പോ ഈ 2 സാധനം എൻ്റെ അടുത്ത് കുറച്ച് കുറവാണ്. എന്തായാലും ആ പൈസ അടച്ചു കൊടുത്താൽ മതി, 10,000 5,000 അങ്ങനെയൊക്കെ അടച്ചു കൊടുത്താൽ മതി. അപ്പൊ അതൊരു സമാധാനമാണ്, നമുക്ക് അടക്കാലോ. പക്ഷെ +2 സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പൊ അതിനെന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അയാൾ തന്നെയാണ് പരിഹാരം പറഞ്ഞത്. കാരണം ഈ ക്ലാസ് ഏകദേശം 3 വർഷത്തോളം എടുക്കും. യുനാനി പഠിച്ചു തീരുമ്പോൾ 3 വർഷത്തോളം എടുക്കും. ഈ 3 വർഷം ഒന്നും ആവശ്യമില്ല, +2ന് 6 മാസം മതി. 6 മാസത്തെ പഠനം കൊണ്ട് +2 നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അതിന് ചേർന്നു. അങ്ങനെയാണ് +2ന് പഠിക്കാൻ അവസരം കിട്ടിയത്. +2 പഠിച്ചു. പെരിന്തൽമണ്ണ സ്കൂളിൽ പോയിട്ടാണ് +2 പരീക്ഷ എഴുതിയത്. നല്ല രസമായിരുന്നു. കാരണം കുട്ടികളൊക്കെ ഉണ്ട്, പഠിക്കണ +2ന് പഠിക്കണ യഥാർത്ഥ കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. അവരോടൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട്, നിങ്ങൾ എഴുതിയ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് തരി, മറ്റേ ഇത് എഴുതാന് കള്ളത്തരത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് അവരെ കുറെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് പരീക്ഷയിൽ ഇരുന്നതൊക്കെ. അപ്പൊ അതൊരു രസകരമായ സംഭവമാണ്, കുട്ടികളെ കൂടെ ഇരുന്നിട്ട് പരീക്ഷ എഴുതുക പറഞ്ഞത്. അങ്ങനെ പരീക്ഷ എഴുതി +2 പാസ്സായതിനു ശേഷം ആണ് യുനാനി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാറ്. യുനാനി സർട്ടിഫിക്കറ്റ് ഒരു നിലയും വലിയ കേട്ടോ വേറെ കാര്യം. എന്നാലും അത് കിട്ടിയത് അതുകൊണ്ടാണ്. അതിനുശേഷം പിന്നെ പഠിച്ചത് അക്യുപഞ്ചറാണ്. അക്യുപഞ്ചർ പഠിക്കണമെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് മതി അന്ന്. ഇന്ന് പോരാ, ഇന്ന് കുറച്ച് ഡിഗ്രി വേണം, ഇന്ന് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുണ്ട്. എന്നാലും +2 സർട്ടിഫിക്കറ്റിനൊക്കെ കിട്ടും, പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതിന് ചേർന്ന് അത് പഠിക്കുകയും ആ ഒരു കാലഘട്ടം ഏകദേശം 2018 കാലഘട്ടം, 16-17 കാലഘട്ടത്തിൽ അത് പൂർത്തിയാക്കി മറ്റുള്ളവരെ ചികിത്സിക്കാനും തുടങ്ങി. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഹിപ്നോട്ടിക് തെറാപ്പിസ്റ്റുകളുടെ ഒരു അസോസിയേഷൻ ഉണ്ടാകുന്നതും അതില് ഒരു മീറ്റിംഗ് ചേർന്ന് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി, ഹിപ്നോട്ടിക്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഫോണൊക്കെ ഒന്ന് മാറ്റി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. അതിൽ ചർച്ചകളൊക്കെ നടന്നു. 2018 ഞങ്ങളൊരു സംഭവം ഉണ്ടാക്കുകയാണ്. എന്താണ്? മിഷൻ 21 എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതായത് 2021 ജനങ്ങൾ മാനസികമായി പ്രയാസപ്പെടുമ്പോൾ നമുക്ക് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ആ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്, അതിന്റെ നിയമാവലി രാവിലെ ഉണരണം, കുളിക്കണം, മെഡിറ്റേഷൻ ചെയ്യണം, എക്സസൈസ് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം, ഓർഗനൈസ് എഴുതണം. ഇതാണ് അതിന്റെ നിയമം. ആ നിയമം പാലിച്ച് ഞങ്ങൾ നടക്കുന്ന ഇടയിലാണ് ബിമാജിക് എന്റെ മുമ്പിലേക്ക് വരുന്നത്. രാവിലെ 5 മണിക്ക് ഉണരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. രാവിലെ 3 മണിക്ക് ഉണരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ 5 മണിക്ക് ഉണരില്ല ഒരു പ്രയാസമല്ല. അതുകൊണ്ട് ഞാൻ അതിൽ ജോയിൻ ചെയ്തു. പിന്നീട് അങ്ങോട്ടായിരുന്നു ഒരു യാത്ര. എന്റെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുമെന്നും മറ്റുള്ളവരെ ഉയർത്താൻ കഴിയുമെന്നും മറ്റുള്ളവരെ നമ്മളെ കൂടെ കൂട്ടാൻ കഴിയുമെന്നും പിന്നീടാണ് മനസ്സിലായത്. ഒരു കമ്മ്യൂണിറ്റിയുടെ ബന്ധം, ഒരു ബന്ധങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനം എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് അറിവ് കരസ്ഥമാക്കേണ്ടതെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും എങ്ങനെ മറ്റുള്ളവരെ വിജയിപ്പിക്കുക എന്നുള്ള അറിവുകളുടെ ഒരു കൂമ്പാരം തന്നെ ബിമാജിക്കിൽ നിന്ന് എനിക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ വീട്ടിലിരുന്നാൽ മതി, എനിക്കുള്ള പൈസ അവിടെ വീട്ടിൽ കൊടുന്ന് വരുമ്പോൾ ആളുകൾ അതിനുള്ളൊരു സെറ്റപ്പ് ഒക്കെ ആക്കി തന്നത് ബിമാജിക്കാണ്. ആരോടും സംസാരിക്കാനും പരസ്യം എങ്ങനെ ചെയ്യാം, എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം, എങ്ങനെ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാം, കൊടുന്ന ആളുകൾക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാം, അവരെ എങ്ങനെ സംസാരിക്കാം എന്നുള്ള എല്ലാ വിഷയങ്ങളും ഇന്ന് നിങ്ങളെ മുമ്പിൽ സംസാരിക്കാനുള്ള അറിവ് വരെ ലഭിച്ചത് ബിമാജിക്കിൽ നിന്നാണ്. അപ്പൊ ഈ ബിമാജിക് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഉയർച്ചകളും
ഇത്രയും ആളുകളുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനും അന്ന് മുതൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ പല ദിവസങ്ങളിലും ചിലപ്പോൾ ഒഴിവായിട്ടുണ്ടാകും ചില സാഹചര്യവശാൽ. അതല്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ക്യാമറ ഒക്കെ ഓണാക്കി ഇരിക്കാനൊക്കെ കാരണം ബി മാജിക് തന്നെയാണ്. അതിന് വളരെ നന്ദി. നമ്മുടെ ടൈം വളരെ കുറഞ്ഞതുകൊണ്ട് ഹൈ സ്പീഡിൽ പോയതാണ്. കഥ അത്ര പെട്ടെന്ന് തീരുന്ന കഥയൊന്നുമല്ല. എന്നാലും നിങ്ങളോടൊപ്പം ഇന്നും ജോയിൻ ചെയ്യാൻ സാധിച്ചതിന് താങ്ക് യു, നന്ദി. പോരാ? താങ്ക് യു സാർ. സൂപ്പറായിട്ടുണ്ട്. ഓക്കെ. ആയിരുന്നു സാറിന്റെ ലൈഫിൽ സാറിന് കുറെ കഴിഞ്ഞതിന് ശേഷം സാർ ഓരോന്നായിട്ട് അച്ചീവ് ചെയ്തെടുത്തത്. അപ്പൊ അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി, ഒരു മൈൻഡ് സെറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയതും സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ ഇനി ഒരുപാട് അച്ചീവ്മെന്റ് കാരണം സാറിന്റെ ലൈഫിൽ ഉണ്ടാവട്ടെ. ഓക്കെ. അപ്പോ ഇതിന്റെ ഫീഡ്ബാക്ക് പറയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അപ്പൊ സാറേ, ഹായ്, ഹലോ. മാജിക് മോർണിംഗ്. ഹലോ റസാഖ് സാർ. പറഞ്ഞോളൂ. കൊറേ വിജയങ്ങൾ കരസ്ഥമാക്കിയ ഒരാളാണ്. അതാണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് പറയാനുള്ളത്. കുറെ അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാ. സാറിന്റെ ലൈഫിൽ ഇനി അതിന് ഉടനീളം സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. പിന്നെ കഥ കേട്ടപ്പോ എന്താ പറയാ, വല്ല ഒരു സങ്കട ഫീലൊന്നും വന്നിട്ടില്ല. എന്നാലും എല്ലാരും കഥ വെക്കുമ്പോ അങ്ങനെയാണ് ആദ്യം വരാറ്, ഇമോഷണൽ ആവാറാണ്. അതൊന്നും തോന്നിയിട്ടില്ല. സാർ എല്ലാറ്റിലും എല്ലാം കരസ്ഥമാക്കാൻ വേണ്ടി സാറിന്റെ ആ ഒരു എന്താ പറയാ എഫേർട്ട്, അതാണ് ഇതെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത്. എന്നാലും സാർ ഇന്ന് ഈ നിലയിലെത്തില്ല. അന്ന് ഒരാളോട് സംസാരിക്കാത്തൊരു സാറ് ഇന്ന് ഞങ്ങളോടൊക്കെ വാദം വരാതെ സംസാരിക്കട്ടെ, അതിനൊരു കഴിവ് തന്നെ വേണം. എന്തായാലും ഓക്കെ സാറേ, സാറിന്റെ ലൈഫിൽ ഇനിയും വിജയങ്ങൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓക്കെ. താങ്ക് യു സാർ. താങ്ക് യു. ഹായ് സാർ. താങ്ക് യു സർ. കൂടാതെ എന്നും ഞങ്ങളെ വല്യേട്ടനായിട്ട് നിലനിൽക്കട്ടെ എന്നും കൂടി പറയുന്നു. മാജിക് മോർണിംഗ് സാർ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് പറഞ്ഞോളൂ. സാർ അതിൽ സാറിന്റെ ഈ സ്റ്റോറിയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒന്ന്, നമ്മൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം ഉണ്ടാകും എന്നുള്ളത്. രണ്ട്, ഇപ്പൊ സാറിന്റെ ആ ഒരു അനുഭവങ്ങളിൽ കൂടി അതുകൊണ്ടായിരിക്കാം സാറ് ഞങ്ങളെ ഓരോരുത്തരും, അതായത് ബിമാജിക്കിൽ പലരും, എല്ലാവർക്കും മനസ്സിലായി, കേട്ടോണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും പിടികിട്ടും. സാറ് കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളെ എല്ലാം മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്. ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു സ്റ്റോറി ആയിരുന്നു സാർ. താങ്ക് യു. ഓക്കെ. താങ്ക് യു ഷൈന മാം. ദാനിൽ സർ. ഹായ് സാർ, മോർണിംഗ്. പറഞ്ഞോളൂ. സ്റ്റോറിയിൽ എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് എന്ന് വെച്ചാൽ ഓരോ സിറ്റുവേഷനിലും ടേണിംഗ് പോയിന്റുകളാണ്. അപ്പം നമ്മൾ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് പോലെ ആയിരിക്കും അത് തീരുമാനിക്കും. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ പോയിക്കൊണ്ടിരുന്ന വഴി കൂടെ തന്നെ നേരെ പോവാം, ഇല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. അപ്പൊ സാറ് പറഞ്ഞത് എന്റെ ഒരു പേഴ്സണൽ സ്റ്റോറി എനിക്കിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കുറെ, അതായത് ഒരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇത് ഭയങ്കര തീവ്രമായുള്ള ആഗ്രഹമായിരുന്നു. ഏകദേശം ഒരു 3-4 years ആയിട്ട് ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതെല്ലാം പോയി വീണ്ടും ജോലി ചെയ്ത് തിരിഞ്ഞ് അവസാനത്തെ നമ്മുടെ പ്രതീക്ഷയും പോയിട്ട് ഒരു അമ്പലം നടഹരി സമയമുണ്ട്. അമ്പലം നടഹരി സമയത്ത് അവസാനം എനിക്കൊരു തോന്നിയ കാര്യമാണ്, എനിക്ക് ബിസിനസ്സിനകത്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം. അന്ന് എനിക്ക് നമ്മൾ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ പൈസ വേണമായിരുന്നു, അതുപോലെ തന്നെ മാൻ പവർ വേണമായിരുന്നു, അതുപോലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അങ്ങനെ പല കാര്യങ്ങൾ വേണമായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് തീരുമാനിച്ചാൽ നമ്മുടെ ഉള്ള ഒരേ ഒരു കാര്യമുള്ളൂ, എഫേർട്ടേ ഉള്ളൂ. ആ എഫേർട്ട് വെച്ചിട്ട് സെയിൽസ് ഞാൻ തന്നെ ചെയ്തു, മാൻ പവർ ഞാൻ തന്നെ, രാവിലെ ഫീൽഡും ഉച്ചയ്ക്ക് ഓഫീസും അങ്ങനെ എല്ലാം ഞാൻ തന്നെ ചെയ്തു. എല്ലാം ഞാൻ തന്നെ ഈ 4 പോയിന്റും മാൻ പവർ തന്നെ ഞാൻ ഒതുക്കിയ സാർ. ഞാൻ എന്റെ എഫേർട്ട് കൊണ്ട് ടാലി ചെയ്ത് ഒരു 5 years കൊണ്ട് ആ ഒരു ടേണിംഗ് പോയിന്റ് ആണ് എന്റെ ലൈഫിൽ ഞാൻ ഇന്ന് കാണുന്ന ലെവലിലോട്ട് നിന്നത്. കാരണം ഇന്ന് ഞാൻ ബി മാജിക് വരാനും കാരണം പിന്നെ നമ്മുടെ ഒരു ഇത് വെച്ചാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ പോകും. അത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് എക്സ്റ്റേണൽ ആയിട്ടുള്ള, ഇപ്പൊ ബി മാജിക് പോലത്തുള്ള
ഒരു മോട്ടിവേഷൻ നമുക്ക് വേണ്ടി വരും. നമുക്ക് അങ്ങനെ ഒരു മോട്ടിവേഷൻ ഗ്രൂപ്പായിട്ടാണ് ഇതിപ്പം വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടും അപ്പൊ എനിക്ക് ഇപ്പോഴും വീണ്ടും ഒരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം വെച്ചാൽ ഒരു ബി മാജിക് വന്നപ്പോഴാണ് വീണ്ടും എനിക്ക് എന്ത് ചെയ്ത് ഒരു പഴയ രീതിയിലോട്ട് ചിന്തിക്കാനും അല്ലെ പഴയ രീതിയിലോട്ട് ബിസിനസിനെ കാണാനൊക്കെ സാധിച്ചത്. അപ്പൊ അതുകൊണ്ടും ബി മാജിക്കിനും സാറിന്റെ ഈ സെക്ഷൻ കേട്ടപ്പോഴും ഒരു ടേണിംഗ് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ. അപ്പൊ ആ ടേണിംഗ് പോയിന്റ് എങ്ങനെ തീരുമാനം എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആ തീരുമാനം നമ്മൾ നോർമലായിട്ട് എടുത്താൽ നമ്മൾ നോർമൽ ലൈഫായിട്ടും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചാൽ വ്യത്യസ്തമായിട്ടും പോകാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നു. താങ്ക് യു ഫോർ വാല്യുബിൾ ക്ലാസ്സസ്, വാല്യുബിൾ. ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്. കാരണം നമ്മളൊരു കളരി ക്ലാസ് ഇട്ടിരുന്നു ഇവിടുന്ന്. അവന് നാട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായി. നിങ്ങളിങ്ങനെ കളരി പഠിപ്പിക്കുകയാണ്, ജനങ്ങളെ അടിക്കാനും കൊല്ലാനൊക്കെ പ്രചോദിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കളരി പൊളിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. നമ്മൾ നോമ്പൊക്കെ നോറ്റ് വൃദ്ധമാസത്തില് റമദാൻ മാസത്തില് നോമ്പ് അനുഷ്ഠിച്ചുണ്ടാക്കിയ കളരി ക്ലാസ് ഒക്കെ പൊളിച്ചു മാറ്റി ആളുകളെ ശല്യം കാരണം. അപ്പൊ വേറൊരാൾ വന്നിട്ട് തന്നെ എന്റെ പറമ്പിലിട്ടുള്ള ഈ ക്ലാസ് ഞാൻ നോക്കിക്കോളാം, എന്ത് നിയമപ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അയാളുടെ കീഴിൽ പിന്നെ കളരിട്ടിട്ട് 3 വർഷക്കാലം ഞങ്ങളുടെ കളരി ക്ലാസ് ഇട്ടിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ മന്ത്രി അത്രയും വലിയ പരിപാടി, മന്ത്രി IT മിനിസ്റ്ററെ കൊടുത്തിട്ട് വലിയ പരിപാടി ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഒരു ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമുക്കെന്തോ ഒരു വാശി ഉണ്ടാവും, എനിക്ക് വിജയിക്കണം എന്നൊരു വാശി ഉണ്ടാവുകയും ആ വാശിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അതിനുള്ള വഴികൾ ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. ശരിക്കും എന്റെ ജീവിതത്തിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ദെൻ നെക്സ്റ്റ് ആരാണ്? മാജിക് മോർണിംഗ് മാം. മാജിക് മോർണിംഗ്. എനിക്ക് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ കാരണം എത്ര ഇതെന്നാണ് നിങ്ങൾ പല സ്ട്രഗിളും ചെയ്തിട്ട് ഈ സ്ഥലത്ത് ഞാനിപ്പോഴും ഇങ്ങനെ ആലോചിക്കും, മനുഷ്യൻ എവിടെ വന്നിട്ട് ഇവിടെ എത്തി. അപ്പൊ ഓരോ ഘട്ടങ്ങളും നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഞാൻ വിചാരിച്ച അതേ പൊസിഷനിലാണ് നിങ്ങൾ ഇപ്പൊ എക്സ്പ്രസ് ചെയ്തപ്പോഴും ഏകദേശം ഞാൻ പണ്ട് ഇങ്ങനെ നിങ്ങളെ പറ്റി ആലോചിച്ച ഏകദേശം അതേമായി തന്നെയാണ് ഇങ്ങനെ. കാരണം ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒരു വേറെ അങ്ങനെ ഉണ്ടല്ലോ ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടുകളൊക്കെ കിട്ടിയിട്ട് വളരെയാ അതെല്ലാം എനിക്ക് എപ്പോഴേ തോന്നിക്കണം. കാരണം നിങ്ങൾ സ്വന്തമായിട്ട് പരിശ്രമിച്ചിട്ട് സ്വന്തം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ നിലയിൽ എത്തിയത്. അത് ഈ സ്റ്റോറി കൂടെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞും ചെയ്തു. എനിവേ താങ്ക് യു. നല്ലൊരു അനുഭവമായിരുന്നു, നല്ലൊരു ക്ലാസ്. താങ്ക് യു. താങ്ക് യു ബാബു സർ. ഹലോ, മാജിക് മോർണിംഗ്. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. സാറേ, വളരെ 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 സന്തോഷം. ഞാനിപ്പോ ബാംഗ്ലൂർ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്, ഇന്നലെ വന്നുള്ളൂ. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി മാത്രം ഞാനിന്ന് അത് ഓൺ ചെയ്ത് വെച്ച് വളരെ വളരെ സന്തോഷം സാറേ. എങ്ങനെ വെച്ചാല് സാറിന്റെ ജീവിതം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. സാറ് സ്ട്രഗിളിൽ കൂടെ സാറിന് ചലഞ്ചസ് സാറ് ഫേസ് ചെയ്യാനായിട്ട് സാറ് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ പറഞ്ഞില്ലേ, എന്തെങ്കിലും പ്രതിബന്ധങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഉള്ളപ്പോൾ അത് നീക്കി മുന്നോട്ട് പോകാനാണ് സാറിന് ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞാൻ തടസ്സങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് മാറിപ്പോയതായിരുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അധികം വിജയിക്കാനും പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് സാറിന്റെ കഴിവ് ഒരു നല്ലൊരു മെസ്സേജാണ്. കാരണം എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മൾ അത് നിന്നും തളരാതെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇത് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, സാറിന് ജീവിതത്തിന്റെ ആദ്യത്തെ ഘട്ടത്തില് ഒരു പ്രത്യേക ലക്ഷ്യമോ ഒരു പ്രത്യേക ഒരു പാതയും ഇല്ലാതെ ജസ്റ്റ് ഇങ്ങനെ അഴിച്ചുവിട്ടൊരു കുതിരയെ പോലെയായിരുന്നു ആദ്യത്തെ ജീവിതം. പക്ഷെ അതേ സമയത്തും പഠിക്കണം എന്നുള്ളൊരാഗ്രഹം വന്നു. 10ാം ക്ലാസ് പ്രായം കഴിഞ്ഞിട്ട് പോലും 10ാം ക്ലാസ് പരീക്ഷ എഴുതി, വീണ്ടും +2 എഴുതി. പിന്നെ ഒരു കാര്യത്തിലല്ല പല കാര്യത്തിലും സാർ ശ്രദ്ധ പതിപ്പിച്ചു. യുനാനി പഠിക്കാൻ പോയി, അക്യുപഞ്ചർ പഠിക്കാൻ പോയി, കളരി പഠിക്കാൻ പോയി, അങ്ങനെ പല പല കാര്യങ്ങളും പഠിച്ചു. ചിത്രകല പഠിക്കാൻ പോയി. പക്ഷേ ഇതെല്ലാം പഠിക്കാൻ പോയതിനു ശേഷവും ആ സോഷ്യൽ അവയർനെസ് അല്ലെങ്കിൽ സോഷ്യലായിട്ട് ആൾക്കാരെ ഇടപഴകണം, അവരെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം എന്നുള്ള കാര്യം വന്നത് ബി മാജിക്കിൽ ചേർന്നതിന് ശേഷമാണ്. അത് സാറ് പറഞ്ഞു. കാരണം ഇതെല്ലാം ഞങ്ങൾക്കും ഒരു പ്രചോദനാത്മകമായിട്ടുള്ള ഒരു സ്പീച്ചായിട്ട് എനിക്ക് തോന്നുള്ളൂ. വളരെ വളരെ സന്തോഷം സാറേ, വളരെ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു. Okay, thank you വിൻസൻ സർ. Then Mani sir. സാർ മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് പറഞ്ഞോളൂ. നല്ല ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറി തന്നെയാണ് സാറിന്റെ. പല മേഖലയിലും പ്രവർത്തിച്ച് അതിൽ പ്രാവീണ്യം നേടി
മറ്റുള്ളവർക്ക് സമൂഹത്തിനും മറ്റുള്ള എല്ലാവർക്കും ഒരു സാന്ത്വനം കൊടുക്കാൻ വേണ്ടിയിട്ട് ചികിത്സാ രംഗത്തേക്ക് എത്തുകയും അതിന്റെ വിവിധ മേഖലയിൽ വളരെ ത്യാഗപൂർണമായിട്ട് പ്രവർത്തിക്കുകയും ഒരു മടിയും കൂടാതെ അതുപോലെ തന്നെ ഒരു ഉറച്ച തീരുമാനം വേണ്ട സമയത്ത് എടുത്തിട്ട് മുന്നോട്ട് വന്ന് ഈ സ്ഥിതിയിലെത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്കെല്ലാം ഒരു മാതൃകയാണെന്ന് പറയാനുള്ളത്. പലപ്പോഴും ഈ ബിമാജിക്കിൽ നമുക്ക് വേണ്ടി പല മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നല്ല നല്ല മെഡിറ്റേഷനുകളും പല സമയത്തും ഈ കാര്യങ്ങൾ എങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്യണം എന്നുള്ള ചില തമാശ രൂപേണ തന്നെ സാറ് പറഞ്ഞു തരുന്നുണ്ട്. അതിനെല്ലാം നന്ദി പറയായിരുന്നു. ഏതായാലും നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു, നല്ലൊരു സ്റ്റോറി ആയിരുന്നു. വിവിധ മേഖലയിൽ വളരെയധികം പ്രാവീണ്യം നേടിയിട്ട് നമ്മളോട് അത് മറ്റുള്ളവർക്ക് കൂടിയിട്ട് പങ്കുവെക്കാനും അതുപോലെ ചികിത്സാ രംഗത്ത് മറ്റുള്ളവരെ സഹായിക്കാനും വേണ്ടിയിട്ട് ആ ഒരു നല്ല മനസ്സിന് നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു മണി സർ. ഓക്കെ, നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. റസാഖ് സർ, താങ്ക് യു സോ മച്ച് സാർ. ലൈഫിൽ ഇനിയും ഒരുപാട് ഇതേപോലെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രേ ചെയ്യാണ്. ഈ ഒരു 1500ാമത്തെ ദിവസം നമുക്ക് ഇതേപോലെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു എഫേർട്ട്, നല്ലൊരു സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ എനിവേ ഇത് ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ടു. അപ്പോൾ താങ്ക് യു റസാഖ് സർ. താങ്ക് യു all. Thank you, Rafa. Thank you. Thank you very much.